അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയാൻ പോകുന്ന വിഭാഗം ആളുകൾ നിങ്ങളുടെയൊക്കെ മഹല്ലുകളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദുമാർ വന്ന് ജോലി ചെയ്യുന്നവരാണ്, പള്ളിയിലും മദ്രസയിലുമൊക്കെ. ആ സമയത്ത് ഇവരുടെ തെറ്റുകളും കുറവുകളുമൊക്കെ കണ്ടുപിടിക്കുകയും അത് പീഡികത്തിണ്ണയിലും മറ്റ് അങ്ങാടികളിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ഉസ്താദുമാരെക്കുറിച്ച് ഇങ്ങനെ മോശപ്പെടുത്തിയ സംസാരിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ മഹല്ലുകളൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഇത്തരം ആളുകളോടാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നിങ്ങൾ ഉസ്താദുമാരുടെ അടുക്കൽ വല്ല തെറ്റും, ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ അവർ മലക്കുകളൊന്നുമല്ലല്ലോ, അവർക്ക് തെറ്റുകൾ പറ്റാം, പോരായ്മകൾ ഉണ്ടാവാം. അതൊക്കെ അവരോട് നേരിട്ട് പറഞ്ഞ്, ഉസ്താദെ നിങ്ങളുടെ അടുക്കൽ ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്, ഇങ്ങനൊരു തെറ്റ് നിങ്ങളുടെ അടുക്കൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് അവരെക്കുറിച്ച് അങ്ങാടിയിലും മറ്റുള്ള ആളുകളുടെ അടുക്കലും മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. അവരുടെ തെറ്റുകളും കുറവുകളും പറഞ്ഞ് പരത്തുകയാണ്. ഇത് വലിയ പാപമായ കാര്യമാണ്. ഇത്തരക്കാരായ ആളുകൾ അത് നിർത്തുന്നതാണ് നല്ലത്. പല ആളുകളും അവരുടെ കാരണത്താലാണ് ആ മഹല്ലത്തിലെ ഉസ്താദുമാർ ഭൂരിഭാഗം ആളുകളും പോയിട്ടുണ്ടാവുക. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉസ്താദുമാർ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. എന്ത് ചെയ്താലും തെറ്റുകൾ കണ്ടെത്തുന്ന ഇത്തരക്കാർ, അവരുടെ ഒരു സ്വഭാവമാണത്. അതവർ നിർത്തുകയില്ല. എത്ര നല്ല ഉസ്താദുമാർ വന്നാലും അവർക്ക് തെറ്റുകൾ കണ്ടെത്തുക എന്നത് അവരുടെ ജോലിയായി അവർ മനസ്സിലാക്കുന്നു. ആ ജോലി അവർ നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് അവർ വരുന്നുണ്ട്, പള്ളിയിലേക്ക് അവർ വരുന്നുണ്ട്, മദ്രസയെ ചുറ്റിപ്പറ്റി അവർ നടക്കുന്നുണ്ട്. ഇതൊന്നും നല്ലതിനല്ല. അവർ ഉസ്താദുമാരുടെ തെറ്റുകളും കുറവുകളും കാണുന്നതിന് വേണ്ടിയാണ്. ഇബാദത്ത് ആഗ്രഹിച്ചു കൊണ്ടല്ല ഇവരാരും വരുന്നത്. ഈ തെറ്റുകൾ കണ്ടെത്തിക്കൊണ്ട് ആളുകളുടെ ഇടയിൽ മോശമായ രീതിയിൽ ഉസ്താദുമാരെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഈ ഉസ്താദുമാരുടെ കുരുത്തക്കേട്, ഈ ഉസ്താദുമാരുടെയൊക്കെ ശാപം ഏറ്റുവാങ്ങുകയാണ്. പല ഉസ്താദുമാരും മഹല്ലത്തുകളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കണ്ണീരോടുകൂടെയാണ് പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇവരുടെയൊക്കെ ഷർറ് സഹിക്കാൻ വയ്യാതെയായിരിക്കും അവരൊക്കെ മഹല്ലത്തിൽ നിന്ന് പോകുന്നത്. മഹല്ലത്തിലുള്ള ബാക്കി ഭൂരിഭാഗം ആളുകളുടെയും സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ട് ആ മഹല്ലത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ഉസ്താദിന് വലിയ സങ്കടമായിരിക്കും. അല്ലാതെ ആ മഹല്ലുമായി പിരിയുന്ന സങ്കടമല്ല. ആ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകളുമായി പരിചയപ്പെട്ടു, ഒരുപാട് ആളുകൾ ആ ഉസ്താദിനെ സ്നേഹിച്ചു, ഒരുപാട് ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റിയ ആ ഉസ്താദ് അവസാനം ആ മഹല്ലത്തിൽ നിന്ന് പോകുമ്പോൾ ഈ ആളുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മഹല്ലത്തിൽ നിന്ന് പോവുക എന്ന സങ്കടത്തോടു കൂടെ മഹല്ലത്തിൽ നിന്ന് പോകുമ്പോൾ ആ ഒലിപ്പിക്കുന്ന ഓരോ കണ്ണുനീരിനും ഈ പറയപ്പെടുന്ന ആളുകൾ മറുപടി പറയേണ്ടി വരും. അവരുടെ ആ ശാപം നിങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരക്കാരായ ആളുകൾ അത്തരം പരിപാടികൾ നിർത്തിവെക്കലാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഉസ്താദുമാരുടെ അടുക്കൽ പല പോരായ്മകളും കാണാൻ സാധിക്കും. അത് ഉസ്താദുമാരെ നേരിട്ട് കൊണ്ട് അവരോട് നിങ്ങൾക്ക് അത് അറിയിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഉസ്താദും എന്നോട് എന്തിനാ അത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ എതിർക്കാൻ വരില്ല. ഉസ്താദുമാർക്ക് അത് ഇഷ്ടമായിരിക്കും നിങ്ങൾ അവരുടെ അടുക്കൽ കാണുന്ന ഒരു പോരായ്മ. അത് രഹസ്യമായി ആ ഉസ്താദിനെ അറിയിക്കുമ്പോൾ നിങ്ങളോട് പ്രത്യേക സ്നേഹമാണ് ആ ഉസ്താദിനുണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങളോട് ദേഷ്യമുണ്ടാവുകയില്ല, നിങ്ങളോട് വൈരാഗ്യമുണ്ടാവുകയില്ല. ആ ഉസ്താദിന് നിങ്ങളോട് ഇഷ്ടമായിരിക്കും. നിങ്ങൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ആ ഉസ്താദിനോട് പറയേണ്ടതിന് പകരം ആളുകളുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നു. ഈ ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല, ഉസ്താദിൻ്റെ അടുക്കൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും, അതൊന്നും ഈ ഉസ്താദ് മനസ്സിലാക്കുന്നില്ല, അറിയാതെ വരുന്ന സംഭവങ്ങളായിരിക്കും. അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. ആളുകൾക്ക് ഇടയിൽ ഇതിങ്ങനെ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കും. ഈ കുറ്റം പറയലിൻ്റെ എല്ലാവിധ ശിക്ഷകളും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇത്തരം ഷർറുകളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇത്തരം
സ്വഭാവങ്ങൾ ആരുടെ അടുക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്തരക്കാർക്കൊക്കെ നല്ല മനസ്സ് നൽകി അവർക്ക് ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.